അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയെന്ന കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചി NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 4 പ്രതികളാണ് കേസിലുള്ളത്. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും NIA അന്വേഷണമുണ്ട്. രോഗികളുടെ വിവരങ്ങൾ കേരളത്തിലെ ചില ആശുപത്രികൾ അവയവ കച്ചവട റാക്കറ്റിന് കൈമാറിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, NIA കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? മാത്രമല്ല, ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തന്നെ ഒരു വലിയ ശൃംഖലയുണ്ട് ഈ അവയവ കച്ചവടത്തിനും മനുഷ്യക്കടത്തിനും പിന്നിലെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഈ കേസിന്റെ വ്യാപ്തി അത് വളരെ വലുതാണെന്ന് വ്യക്തമാവുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജിൻ 2 മാസം മുമ്പാണ് NIA കേസെടുത്ത് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികൾ, ചില ആളുകൾ അവർ ഈ രോഗികളുടെ വിവരം അവയവ കച്ചവട സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം NIAയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഉണ്ടാകും എന്നിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും NIA അന്വേഷിക്കുന്നത് മനുഷ്യക്കടത്താണ്. അതുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണമായും തുടർന്നും ഉണ്ടാകുക. മറ്റു നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. കേസിൽ ഇതുവരെ 4 പ്രതികളാണ് ഉള്ളത്. അതിൽ 3 പേർ ഇപ്പോഴും റിമാൻഡിലാണ്. ആദ്യം പിടിയിലായ സാബിത്ത്, സജിത്ത്, അതോടൊപ്പം തന്നെ ഹൈദരാബാദ് സ്വദേശിയായ ബെല്ലം രാമചന്ദ്രകൊണ്ട. ഇതിൽ പ്രധാന മുഖ്യ സൂത്രധാരനായി പോലീസും അതോടൊപ്പം തന്നെ NIAയും വിലയിരുത്തുന്നത് മധുവാണ്. മധുവിനെയും ഈ കേസിൽ NIA കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് NIA കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായ നടപടിയാണ് ഈ കുറ്റപത്രം നൽകുന്നത് വഴി പ്രതികൾക്കുള്ള സ്വാഭാവിക ജാമ്യവും നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേസിൽ കൂടുതൽ കണ്ണികളുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് NIA എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യവ്യാപകമായ ഒരു അന്വേഷണം തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ളൊരു സാധ്യതയും ഈ കുറ്റപത്രത്തിൽ നിന്നും മുൻനിർത്തിയ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന് NIA കോടതിയിൽ പറയുകയാണ്. ഇതിന്റെ വിചാരണ ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയും ചെയ്യും. അനുബന്ധ കുറ്റപത്രങ്ങളും NIA ഉടൻ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രജിൻ, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.